ഇന്നുണ്ടല്ലോ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാൻ വേണ്ടി ഞാനൊരു റൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് ഒനിയൻ റൈസ് എന്നാണ്. പക്ഷെ ഞാനിതിനെ പേരിട്ട് വിളിക്കുന്നത് ഒനിയൻ രസം റൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബാസ്മതി റൈസ് ഞാൻ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് അത് വേവിച്ച് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത്, കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കടലപ്പരിപ്പും ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ചധികം തന്നെ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് വഴറ്റിയെടുക്കുക. വഴറ്റി അത് ഒരു ട്രാൻസ്പെറൻ്റ് ആവില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി എല്ലാം കൂടി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടതാണ് രസം പൗഡർ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ബാസ്മതി റൈസിന് എടുത്തിരിക്കുന്നത്, അതിന് 2.5 ടേബിൾ സ്പൂണോളം രസത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. പുളി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഇതുണ്ടല്ലോ, എന്താ പറയുക, ശർക്കര, അതിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു മധുരം ഒന്ന് വന്നാൽ മതി. അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊക്കെ ഇളക്കി ആ മസാലയൊക്കെ അങ്ങനെ വെന്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ ഈ ഒരു ഒനിയൻ രസം റൈസ് റെഡിയായി. അപ്പോൾ കണ്ട, വേഗം കഴിഞ്ഞില്ലേ നമ്മൾ പണി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.